ഞാൻ ബഹുമാനപ്പെട്ട രാജേഷിനോടാണ്. അദ്ദേഹം ശശി തരൂരിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. കഴിഞ്ഞ 15 വർഷക്കാലം എന്ന് പറയുന്നത് തിരുവനന്തപുരം പാർലമെൻറ്റിന് ഭീമമായ നഷ്ടമല്ലേ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? 15 വർഷക്കാലമായി കുന്നത്തുകാൽ പഞ്ചായത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറ്റൂ? ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞു ബാഴ്സലോണയുടെ കാര്യം. ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് എല്ലാ ദിവസവും നോക്കുകയാണ്. 4ാമത്തെ പ്രാവശ്യം അദ്ദേഹം മത്സരിക്കുമ്പോൾ എവിടെയാണ് ബാഴ്സലോണ എന്നുള്ളത്. ആ ബാഴ്സലോണ കാണാനില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പോലും തന്നെ കാണാനില്ലാത്തൊരവസ്ഥയില്ലേ ഇപ്പോൾ. 5 വർഷക്കാലമായി ഏറ്റവും അവസാനം ബഡ്ജറ്റ് സെഷനിൽ അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് തന്നെ 78%. അങ്ങനെ യാതൊരു തരത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ 15 വർഷക്കാലമായി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MP ആണ് അദ്ദേഹം. മറ്റൊരു കാര്യം, കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 7 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സ്ഥലത്ത് വെച്ച് ജനം ടിവിക്കല്ല, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ചാനലിനും ഇങ്ങനെ ഒരു ജനസഭ നടത്താൻ കഴിയില്ല. കാര്യം അതിനുള്ള സ്ഥലം ഇവിടെ ഇല്ലായിരുന്നു. പാറസ്ഥലയുടെ MLA CK ഹരീന്ദ്രൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ കഴിവുകൊണ്ടല്ലേ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജനസഭ നടത്താൻ നമുക്ക് കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ജനസഭ പോലും നടത്താൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ മുന്നിൽ കാണണമെന്നാണ് പറയാനുള്ളത്.